It's me, RJ Ankita, joining with you from അമൃതകേരളി വിദ്യാഭവൻ സ്കൂൾ റേഡിയോ ശ്രദ്ധ. കൂട്ടുകാർക്കെല്ലാം ജൂൺ 5 പ്രത്യേകത അറിയില്ലേ? അതെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട്, ആർത്തിക്ക് വേണ്ടത്രയില്ല എന്ന രാഷ്ട്രപിതാവിന്റെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് ഈ ദിനം അവിസ്മരണീയമാക്കാം. ഇന്ന് ജൂൺ 5, UN ജനറൽ അസംബ്ലിയിൽ ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ച ദിനം. 1974 ഒരേയൊരു ഭൂമി എന്ന ആശയത്തോടെ ആരംഭിച്ച ലോക പരിസ്ഥിതി ദിനം ഇന്ന് 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം തുടങ്ങിയ ആശയത്തിൽ എത്തി നിൽക്കുകയാണ്. നാം അധിവസിക്കുന്ന ഭൂമി മനോഹരമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന ബോധ്യമാണ്. ഓരോ വ്യക്തിയും പ്രകൃതിയുടെ കാവലാളാണ് എന്ന തിരിച്ചറിവാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നാം ഭൂമിക്കായി സമർപ്പിക്കേണ്ട ഹരിത പ്രാർത്ഥന. എല്ലാവരുടെയും വീടാണ് ഭൂമി എന്ന് കരുതാമെങ്കിൽ ആ വീടിനെ വരും തലമുറയ്ക്ക് കൂടി ഭദ്രമായി പരിരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. അതുകൊണ്ട് തന്നെ ഓ വേൾഡ്, ഓ ഫ്യൂച്ചർ, ജനറേഷൻ റീസ്റ്റോറേഷൻ എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ തീം. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾ ഓരോ വർഷവും പ്രത്യേക മുദ്രാവാക്യങ്ങളോടെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നു. 2011 2018 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയ രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. എന്നാൽ മഴ കൊണ്ടുണ്ടായുള്ളൊരു നാടിത് മഴ കൊണ്ടില്ലാതാകുന്നു എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്. നമ്മളേവരും ആദ്യത്തെ കവിയുടെ പ്രതീക്ഷ നടപ്പിലാക്കുകയും രണ്ടാമത്തെ കവിയുടെ ആശങ്ക ഉൾക്കൊള്ളുകയും വേണം. അതുകൊണ്ട് വൃക്ഷങ്ങൾ നട്ടു വളർത്തിയും അടുക്കളത്തോട്ടങ്ങൾ പരിപാലിച്ചും ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയും നമുക്കും ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകാം. പ്രകൃതി നമ്മുടെ അമ്മയ്ക്ക് സമമാണ്. അമ്മയെ വേദനിപ്പിക്കാതെ നമുക്കും നമ്മുടെ ഭൂമി മാതാവിനെ സ്നേഹിക്കാം. എല്ലാവർക്കും അമൃതകേരളി വിദ്യാഭവൻ സ്കൂൾ റേഡിയോ ശ്രദ്ധയുടെ പരിസ്ഥിതി ദിനാശംസകൾ. നന്ദി, നമസ്കാരം.